നമസ്കാരം. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ട്രംപ് ഇന്ത്യക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന താരിഫിന്റെ ആഘാതം ഇന്ത്യയെ എത്രയൊക്കെ ബാധിക്കുന്നില്ല എന്ന് വാദിക്കുമ്പോൾ അതിന്റെ പ്രത്യാഘാതങ്ങളുടെ തോത് കുറയ്ക്കാനല്ലാതെ അതിനെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ ഇന്ത്യക്ക് എളുപ്പം സാധിക്കില്ല എന്നത് സത്യമാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി ആരാണെന്ന് ചോദിച്ചാൽ അമേരിക്ക എന്ന പേര് മാറ്റി നിർത്താൻ കഴിയില്ല. ഇന്ത്യയുടെ ഏറ്റവും വലിയ കയറ്റുമതി വിപണിയും അമേരിക്ക തന്നെയാണ്. ഇന്ത്യൻ IT കമ്പനികളുടെ 70% ബിസിനസ്സും അമേരിക്കയിലാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ H1 വിസയുടെ ആവശ്യക്കാർ ഇന്ത്യക്കാരുമാണ്. ഏറ്റവും കൂടുതൽ പണം റിമിറ്റൻസ് ആയി ലഭിക്കുന്ന പ്രവാസി തൊഴിലാളികളും ഇന്ത്യൻ വിദ്യാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന രാജ്യവുമൊക്കെ അമേരിക്ക തന്നെയാണ്. അങ്ങനെയുള്ള അമേരിക്കയെ എളുപ്പത്തിൽ ഇന്ത്യയുമായുള്ള എല്ലാ ബന്ധങ്ങളിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ത്യക്ക് ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാനുള്ള സാമ്പത്തിക പ്രാപ്തി ഇതുവരെ കൈവരിച്ചിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ്. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ച മനോഭാവം ഇന്ത്യ പുലർത്തിയേ മതിയാകൂ എന്നുള്ളത് വാസ്തവമാണ്. അതുകൊണ്ട് തന്നെയാണ് പലയിടങ്ങളിലും മോദി കടുപ്പിടുത്തം പിടിക്കാത്തത്. എന്നാൽ അതേസമയം റഷ്യയുമായുള്ള ക്രൂഡ് ഓയിൽ വ്യാപാരം പൂർണ്ണമായും നിർത്തലാക്കിയാൽ അത് രണ്ട് തരത്തിലാണ് ഇന്ത്യയെ ബാധിക്കുക. ഒന്ന്, മറ്റൊരു രാജ്യത്തിന്റെ ഭീഷണിക്ക് വഴങ്ങിക്കൊണ്ട് ഭയന്ന് പിന്മാറി എന്ന നാണക്കേട്. മറ്റൊന്ന്, റഷ്യ തരുന്നത് പോലെ വില കുറച്ച് ഇന്ത്യക്ക് ആവശ്യാനുസരണം ക്രൂഡ് ഓയിൽ നൽകാൻ മറ്റു സാധ്യതകളുള്ള രാജ്യങ്ങൾ മുന്നോട്ട് വരില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യക്ക് സാമ്പത്തികമായി വലിയ തിരിച്ചടികൾ അതിൽ നേരിടേണ്ടി വരും. അതുകൊണ്ട് തന്നെ അമേരിക്കയോടുള്ള വിരോധം ഒരിക്കലും ഇന്ത്യക്ക് ഗുണകരമാവില്ല. അത് ഇന്ത്യയെ പിന്നോട്ടടിപ്പിക്കുന്ന അപകടകരമായ ചിന്തയായി മാത്രമേ വളരൂ. ഈ സമയം ഏറ്റവും ബുദ്ധിപൂർവമുള്ള ചുവടുകളാണ് ഇന്ത്യക്ക് മുന്നോട്ട് വെക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ട്രംപ് പറയുന്ന പടി അല്ലെങ്കിലും പതിയെ റഷ്യയിൽ നിന്ന് പിന്മാറാതെ ഇന്ത്യക്ക് വേറെ രക്ഷയില്ല. റഷ്യയിൽ നിന്നുള്ള അസംസ്കൃത എണ്ണ ഇറക്കുമതി ഇന്ത്യ ഗണ്യമായി കുറച്ചേക്കുമെന്ന റിപ്പോർട്ടാണ് പുതിയതായി പുറത്തുവരുന്നത്. US-ഉം യൂറോപ്പും റഷ്യയ്ക്ക് മേൽ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഈ നീക്കം. റഷ്യൻ എണ്ണയുടെ ഏറ്റവും വലിയ സ്വകാര്യ ഉപഭോക്താക്കളായ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് മോസ്കോയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി ഗണ്യമായി കുറയ്ക്കാൻ പദ്ധതിയിടുന്നതായി റിഫൈനറി വൃത്തങ്ങളെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. പൊതുമേഖലാ റിഫൈനറികളും എണ്ണ വാങ്ങുന്നത് പുനഃപരിശോധിക്കുകയാണെന്നാണ് സൂചന. റഷ്യയിലെ പ്രധാന ഊർജ്ജ സ്ഥാപനങ്ങളായ റോസ്നെഫ്റ്റ്, ലൂക്കോയിൽ എന്നിവയ്ക്കുമേൽ US-ഉം സഖ്യകക്ഷികളും അടുത്തിടെ അധിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. യുക്രൈനിലെ നിലവിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു തീരുമാനം. കഴിഞ്ഞ ആഴ്ച ബ്രിട്ടനും ഈ രണ്ട് കമ്പനികൾക്ക് ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. അതേസമയം US സമ്മർദ്ദത്താൽ ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് വെട്ടിച്ചുരുക്കിയാൽ ഏഷ്യൻ ഡിമാൻഡ് US ക്രൂഡിലേക്ക് തിരിയുകയും അറ്റ്ലാന്റിക് വില വർദ്ധിക്കുകയും ചെയ്യുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഇന്ത്യയുടെ പൊതുമേഖലാ റിഫൈനറികൾ തങ്ങളുടെ ക്രൂഡ് ഷിപ്പുകളൊന്നും റഷ്യൻ എണ്ണ കമ്പനികളായ റോസ്നെഫ്റ്റിൽ നിന്നോ ലൂക്കോയിലിൽ നിന്നോ നേരിട്ട് വരുന്നില്ല എന്ന് ഉറപ്പാക്കാൻ വിതരണ ക്രമീകരണങ്ങൾ പുനഃപരിശോധിച്ചു തുടങ്ങിയതായി റോയിട്ടേഴ്സ് റിപ്പോർട്ടിൽ പറയുന്നു. 2022 മുതൽ റഷ്യൻ എണ്ണ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന സ്ഥാപനങ്ങളിലൊന്ന് റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്. ഇന്ത്യൻ സർക്കാരിന്റെ നയപരമായ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് തങ്ങളുടെ വാങ്ങൽ രീതി ക്രമീകരിക്കാൻ കമ്പനി പദ്ധതിയിടുന്നുണ്ട് എന്നും വർദ്ധിച്ചു വരുന്ന പാശ്ചാത്യ ഉപരോധങ്ങൾ കാരണം ഇറക്കുമതി കുറയ്ക്കാൻ റിലയൻസ് ഉദ്ദേശിക്കുന്നതായും കമ്പനി വൃത്തങ്ങൾ അറിയിച്ചു. കഴിഞ്ഞ 2 വർഷമായി റഷ്യയിൽ നിന്നാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത്. പാശ്ചാത്യ രാജ്യങ്ങൾ വാങ്ങലുകൾ കുറച്ചപ്പോൾ ഇന്ത്യൻ റിഫൈനറികൾക്ക് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ ലഭിച്ചതാണ് ഇതിന് പ്രധാന കാരണം. എന്നിരുന്നാലും കർശനമായ ഉപരോധങ്ങളും US-ൽ നിന്നുള്ള വർദ്ധിച്ചു വരുന്ന സമ്മർദ്ദവും കാരണം ഇന്ത്യൻ റിഫൈനറികൾക്ക് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലെയും ആഫ്രിക്കയിലെയും മറ്റു വിതരണക്കാരെ ആശ്രയിക്കേണ്ടി വന്നേക്കാം. റഷ്യയ്ക്ക് മുൻപ് ഇറാഖ്, സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രധാനമായും ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്തിരുന്നത്. നിലവിലും പശ്ചിമേഷ്യയിൽ നിന്നുള്ള ഏറ്റവും വലിയ വിതരണക്കാർ ഇവരാണ്. കുവൈറ്റ്, ഒമാൻ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളും ഇന്ത്യയുടെ എണ്ണ ഉറവിടങ്ങളിൽ ഉൾപ്പെടുന്നുണ്ടെങ്കിലും ഇവയുടെ ഓരോന്നിന്റെയും പങ്ക് 5% താഴെയാണ്. ഇന്ത്യ വീണ്ടും പശ്ചിമേഷ്യൻ ക്രൂഡ് ഓയിലിനെ വലിയ തോതിൽ ആശ്രയിക്കാൻ തുടങ്ങിയാൽ അത് രാജ്യത്തിന് കടുത്ത വെല്ലുവിളിയാകും. 2022 മുൻപുള്ള അവസ്ഥയിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ ഇറക്കുമതിയുടെ 60%-ലധികം ഈ മേഖലയിൽ നിന്നാണ്. നിലവിലെ ആഗോള ഉപരോധങ്ങളും പ്രാദേശിക അരക്ഷിതാവസ്ഥയും കണക്കിലെടുക്കുമ്പോൾ ഇത് ഇന്ത്യയെ വലിയ ഭൗമരാഷ്ട്രീയ സാമ്പത്തിക വിതരണ ശൃംഖല പ്രതിസന്ധിയിലേക്ക് നയിച്ചേക്കാം. ഇന്ത്യ റഷ്യൻ എണ്ണ ഇറക്കുമതി പുനഃപരിശോധിക്കുമെന്ന വാർത്തകൾ പുറത്തു വന്നതിനെ തുടർന്ന് ക്രൂഡ് ഓയിൽ വിലയിൽ 3%-ഓളം വർധനവ് രേഖപ്പെടുത്തി. ബ്രെന്റ് ക്രൂഡ് ഫ്യൂച്ചറുകൾ ബാരലിന് $1.94 വർദ്ധിച്ച് $64.53 അതുപോലെ US വെസ്റ്റ് ടെക്സസ് ഇന്റർമീഡിയറ്റ് ക്രൂഡ് വില ബാരലിന് $1.89 വർദ്ധിച്ച് $60.39 ആയി. പുതിയ ഉപരോധങ്ങളും റഷ്യൻ എണ്ണയുടെ കയറ്റുമതിയിലുണ്ടായ കുറവും ആഗോള വിതരണ ശൃംഖലയെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് ഈ വിലവർദ്ധനവിന് കാരണമെന്ന് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നു.
ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ. ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച